ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു രൂപ പോലും ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിപ്സിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. ഗ്യാസോ തീയോ കറണ്ടോ ഒന്നും വേണ്ട ഇതുണ്ടാക്കാനായിട്ട്. മാത്രമല്ല ഒരു തുള്ളി എണ്ണ പോലും ആവശ്യമില്ല. എണ്ണയിലിട്ട് വറുക്കുകയോ പൊരിക്കുകയോ ചെയ്യാത്തതുകൊണ്ട് കൊളസ്ട്രോൾ ഉള്ളവർക്ക് പോലും ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒന്നാണിത്. ചിപ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ചെറുപഴവും നേന്ത്രപ്പഴവും ഒക്കെ ഇതുണ്ടാക്കാനായിട്ട് എടുക്കാം. കൃഷിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു കുല പഴം കിട്ടിയാൽ കുറച്ചൊക്കെ നമ്മൾ ഉപയോഗിക്കും. ബാക്കിയൊക്കെ അങ്ങനെ ഇരുന്ന് ചീഞ്ഞു പോവാറാണ് പതിവ്. ഇനി ഒരു പഴം പോലും വേസ്റ്റാക്കി കളയാതെ നമുക്ക് ഇതുപോലെ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം. പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും ചോദിച്ചു വാങ്ങി കഴിക്കുന്ന ഒന്നാണിത്. ചിപ്സ് ഉണ്ടാക്കാനുള്ള പഴം ഏകദേശം 1/4 ഇഞ്ച് കനത്തിൽ മുറിച്ച് 3-4 പ്ലേറ്റുകളിൽ ഇതുപോലെ നിരത്തി വയ്ക്കാം. ഇനി ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ആദ്യത്തെ ദിവസം 3 മണിക്കൂർ ഇടവിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. 3 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തി പഴം ചിപ്സ് റെഡിയായി കിട്ടി. ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ ടേസ്റ്റുള്ള ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. മാത്രമല്ല കേക്കും വട്ടയപ്പവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിന് പകരമായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. നല്ല വെയിലുള്ള സമയത്ത് മാത്രമേ വെയിലത്ത് വെച്ചുള്ള ഉണക്കൽ സാധിക്കൂ. വെയിലില്ലാത്ത സീസണിലാണെങ്കിൽ ഓവനോ ഡ്രയറോ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണിത്. നന്നായി ഉണക്കിയെടുത്ത ചിപ്സ് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചാൽ 1 വർഷത്തോളം കേടാകാതിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്